ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ 7 സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം, അതായത് സാമൂഹ്യ ഘടനയും സാമൂഹ്യ സംവിധാനവും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ സ്ട്രക്ചറിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. പിന്നെയാണെങ്കിൽ എന്താണ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഫസ്റ്റത്തെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഗീവ് വൺ എക്സാമ്പിൾ എന്താണ്? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്, അതായത് രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒരു ഉദാഹരണം പറയുക. അപ്പം രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? രാഷ്ട്രം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം. റൈറ്റ് ടു ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം, അതായത് സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം, സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന്. അപ്പോൾ അറിവും വിശ്വാസവുമാണ് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സാമൂഹ്യ ഘടന, സാമൂഹ്യ ഘടനയുടെ അല്ലെ സാമൂഹ്യ സംവിധാനം, സാമൂഹ്യ സംവിധാനത്തിൻ്റെ സോഷ്യൽ സിസ്റ്റം, സാമൂഹ്യ സംവിധാനം അതിൻ്റെ എന്താണ്? അടിസ്ഥാനം. അപ്പം സാമൂഹ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അറിവും വിശ്വാസങ്ങളുമാണ് സാമൂഹ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ? സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ പ്രധാന ഘടകം ഏതാണ്? മനുഷ്യഗണം. സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ നോംസ് ആൻഡ് മോറൽസ് ആസ് ദ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അതായത് നോംസ് എന്ന് വെച്ചാൽ കീഴ്വഴക്കങ്ങൾ, മോറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദകൾ. അപ്പോൾ കീഴ്വഴക്കങ്ങളും മര്യാദകളും ഒക്കെ ആണെങ്കിൽ സാമൂഹ്യ ഘടനയുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. സമൂഹമായി കഴിയുമ്പോൾ സമൂഹത്തിന് എന്തൊക്കെ വേണം? കീഴ്വഴക്കങ്ങൾ വേണം, മര്യാദകൾ വേണം എന്നൊക്കെ നമുക്കറിയാമല്ലോ ഒരു സമൂഹത്തിൽ. അപ്പോൾ അത് സാമൂഹ്യ ഘടനയുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട സ്വഭാവ ഗുണങ്ങളാണ് കീഴ്വഴക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്വഭാവ ഗുണങ്ങളാണ് കീഴ്വഴക്കങ്ങൾ. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ കടമ എന്തെന്ന് ഇത്തരം കീഴ്വഴക്കങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ കീഴ്വഴക്കങ്ങൾ എന്തിനാണ്? സമൂഹത്തിലെ അംഗങ്ങളുടെ സ്വഭാവം രൂപീകരിക്കാനും അതുപോലെ തന്നെ അവരുടെ എന്നാണ് കടമകൾ, ഓരോ വ്യക്തികളുടെയും കടമകളൊക്കെ വിശദീകരിക്കാൻ ഈ കീഴ്വഴക്കങ്ങൾ സഹായിക്കുന്നു. അതിനാൽ തന്നെ സാമൂഹ്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട സ്ഥാനത്തെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഇത് വ്യക്തികളെ ബോധവാനാക്കുന്നു. അപ്പോൾ സാമൂഹ്യ ഘടനയുള്ളത് കൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഓരോ കുടുംബവും എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റേതായ പ്രത്യേക കീഴ്വഴക്കങ്ങളുണ്ട്, അല്ലേ? എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല. കുടുംബങ്ങൾക്കൊക്കെ അതിൻ്റേതായ കീഴ്വഴക്കങ്ങളും പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ ഉദാഹരണമായി പറയുമ്പോൾ ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് കുടുംബത്തിൻ്റെ പ്രധാന കടമകൾ നിർവഹിക്കുന്നത്. അതുപോലെ മറ്റു കുടുംബാംഗങ്ങൾക്കും അവരുടേതായ പ്രത്യേക കടമകളുണ്ട്. ഇന്ത്യയിലെ കുടുംബങ്ങളെ നോക്കുകയാണെങ്കിൽ മാതാവാണ് ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല്. കാരണം എല്ലാ കുടുംബങ്ങളുടെയും കാര്യങ്ങളിലും അവർ ശ്രദ്ധാലുവാണ്. അപ്പോൾ അതായത് എന്താണ്? ഈ കുടുംബങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓരോ കുടുംബത്തിനും വ്യത്യസ്തതകളുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇന്ത്യൻ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും മിക്ക കുടുംബങ്ങളിലും സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ എന്താണ്? ആണിക്കല്ലെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവരാണ്. ആണ് കുടുംബത്തിൻ്റെ ഹെഡെന്ന് പറയുന്നത്. എന്നാലും അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കീഴ്വഴക്കങ്ങൾക്കകത്തും മര്യാദകൾക്കകത്തും ഒക്കെ പറയാനുള്ളത്. അതായത് സമൂഹത്തിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ട മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഈ കീഴ്വഴക്കങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് സോഷ്യൽ സ്ട്രക്ചർ? എന്താണ് സാമൂഹ്യ ഘടന? വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ
സാമൂഹ്യമായി നിർവചിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണമാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ പഠിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹ്യമായി നിർവചിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണമാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ സാമൂഹ്യ ഘടനയുടെ സവിശേഷതകളാണ് പഠിക്കാനുള്ളത്. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എന്താണ്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ സാമൂഹ്യ ഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ആദ്യം തന്നെ നമുക്ക് ഈ സാമൂഹ്യ ഘടനയുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ താരതമ്യേന സുസ്ഥിരമായ ഒരു വശമാണ് ഘടന എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ വ്യവസ്ഥയിൽ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ, സമൂഹത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു വശമാണ് എന്താണ്, ഈ സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്താണ്, സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. സുസ്ഥിരമായ ഒരു ഘടനയാണ്, അതായത് മാറ്റമില്ലാത്ത ഒരു ഘടനയാണിത്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. മൂന്നാമത്തെ പോയിൻ്റ്, സമൂഹത്തിൽ മനുഷ്യൻ്റെ പദവിയും പങ്കും അടിസ്ഥാനപ്പെടുത്തുന്നത് ഈ സാമൂഹ്യ ഘടനയാണ്. അതായത് ഈ പദവിയും പങ്കുമൊക്കെ എന്താണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പദവി എന്താണ്, പങ്ക് എന്താണ് എന്നൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അന്നേരം നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പം നിങ്ങളിങ്ങനെ പഠിക്കുക, സമൂഹത്തിൽ മനുഷ്യൻ്റെ പദവിയും പങ്കും അടിസ്ഥാനമാക്കുന്നതാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ ഘടനയ്ക്കകത്താണ് മനുഷ്യൻ്റെ പങ്ക് എന്താണ്, മനുഷ്യൻ്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ പഠിക്കുന്നത്. ഇനി അടുത്തത്, സമുദായങ്ങൾ, സംഘങ്ങൾ, സമാജങ്ങൾ, സംഘടനകൾ എന്നിവയാണ് സാമൂഹ്യ ഘടന രൂപവൽക്കരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചതാണ് സമുദായങ്ങൾ എന്താണ്, സംഘങ്ങൾ എന്താണ്, സമാജങ്ങൾ എന്താണ്, സംഘടനകൾ എന്താണെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് രൂപപ്പെടുത്തുന്നത്, സാമൂഹ്യ ഘടന രൂപവൽക്കരിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ ഘടനയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? സമുദായങ്ങളുണ്ട്, സംഘങ്ങളുണ്ട്, സമാജങ്ങളുണ്ട്, സംഘടനകളുണ്ട്. ഇനി രീതികൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ, പ്രതീകങ്ങൾ എന്നിവയെല്ലാം സാമൂഹ്യ ഘടനയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് രീതികൾ, ആചാരങ്ങൾ, ഒരു സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, ഒരു സമൂഹത്തിലെ മര്യാദകൾ, പിന്നെ വാല്യൂസ്, എല്ലാ കാര്യങ്ങളും അല്ലെ, മൂല്യങ്ങൾ എല്ലാം പിന്നെ എവിടെ വരുന്നുണ്ട്? സാമൂഹ്യ ഘടനയിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഘടനയുടെ വിവിധ വശങ്ങൾ പരസ്പരം ബന്ധിതമാണ്. അപ്പോൾ ഈ സാമൂഹ്യ ഘടനയിലെ വിവിധ വശങ്ങൾ, അതായത് സാമൂഹ്യ ഘടനയുടെ വശങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ആചാരങ്ങളും മൂല്യങ്ങളും പ്രതീക്ഷകളും സംഘങ്ങളും സമാജങ്ങളും എല്ലാമാണ് സാമൂഹ്യ ഘടനയുടെ വശങ്ങൾ എന്ന് പറയുന്നത്, വിവിധ വശങ്ങൾ. ഇതെല്ലാം തന്നെ എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ സിസ്റ്റം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം? ഇനി അടുത്തത്, സാമൂഹ്യ സംവിധാനം എന്നാൽ എന്ത്? ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സാമൂഹ്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ സിസ്റ്റം? ഇപ്പോൾ സാമൂഹ്യ സംവിധാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് സാമൂഹ്യ വ്യവസ്ഥ എന്നത് പരസ്പരം ഇടപെടുന്ന കുറേ വ്യക്തികളുടെ കൂട്ടമോ അത്തരം കൂട്ടങ്ങളുടെ സംഘമോ ആണ്. അപ്പോൾ എന്താണ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്? പരസ്പരം ഇടപെടുന്ന കുറേ ആളുകളുടെ കൂട്ടത്തെയാണ്. ഇപ്പോൾ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്പരം ഇടപെടുന്ന കുറേ ആളുകളുടെ കൂട്ടമാണ്. അതിനെ സംഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ ഘടകമായി അത് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്? പരസ്പരം ഇടപെടുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടമാണ്. അല്ലെങ്കിൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും അർത്ഥത്തിനും അനുസൃതമായി പരസ്പരം ഇടപെടുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. അതായത് സാമൂഹ്യ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഇടപെടുന്ന വ്യക്തികളുടെ കൂട്ടം. ഇതിനെയാണ് സാമൂഹ്യ സംവിധാനം എന്ന് പറയുന്നത്. ഇനി ഈ സാമൂഹ്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ എന്നതാണ് സാമൂഹ്യ
സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്നൊക്കെ പറയുന്നത്. അപ്പം വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടലുകളിലെ ഉപാധികൾ. വ്യക്തികൾ തമ്മിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപാധികൾ വെക്കാറുണ്ട് നമ്മളാണ് അല്ലേ, ആ സ്നേഹബന്ധമൊക്കെ ആയിരിക്കാം. അതും എന്തിൻ്റെ കാരണമാകുന്നു? ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ സവിശേഷതയായിട്ട് വരാറുണ്ട്. അപ്പം വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകളുണ്ട്, അതുപോലെ തന്നെ ഇടപെടലുകളിലെ ഉപാധികൾ. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ വ്യക്തികൾക്കിടയിലെ പരസ്പര ആശ്രയത്വം. ഇപ്പം മനുഷ്യനൊക്കെ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് പരസ്പരം എല്ലാവരുമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു പരസ്പരാശ്രയ ജീവിയാണ്. അപ്പം വ്യക്തികൾക്കിടയിലെ പരസ്പര ആശ്രയത്വം ഇതെല്ലാം എന്തിൻ്റെ സവിശേഷതയാണ്? സാമൂഹ്യ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ സവിശേഷതയാണ്. അടുത്തത് എന്താണ്? ധാർമ്മികവും മൂല്യാധിഷ്ഠിതവും ഉത്തേജക പ്രേരകവുമായ വിധത്തിലുള്ള അവസ്ഥകളോടുള്ള സമീപനം. അതായത് ധാർമ്മികവും മൂല്യാധിഷ്ഠിതവും. അപ്പോൾ സാമൂഹ്യ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെയാണെങ്കിൽ കുറച്ച് ധാർമ്മികതയും അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിതവും ഉത്തേജക പ്രേരകങ്ങളുമായ അവസ്ഥകളും ഉണ്ട്. അതായത് ധാർമ്മികം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താണ്? മനസാക്ഷി അല്ലേ, നമ്മുടെ പ്രായമായവരെ ബഹുമാനിക്കുക, ഇതൊക്കെയാണ് മൂല്യാധിഷ്ഠിതവും ധാർമ്മികത എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള മനസാക്ഷി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ എവിടെ കാണാൻ സാധിക്കും? ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. വളരെ എളുപ്പം ഓർത്ത് വെക്കാം. വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകളാണ്, അതുപോലെ തന്നെയാണെങ്കിൽ വ്യക്തികൾക്കിടയിലെ പരസ്പര ആശ്രയത്വമാണ്, പിന്നെ നല്ല മനസാക്ഷിയോടുകൂടിയുള്ള പ്രവർത്തനമാണ്, അതായത് ധാർമ്മികവും മൂല്യാധിഷ്ഠിതവുമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അല്ലെ സമീപനങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്ക് സാമൂഹ്യ സംവിധാനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. സാമൂഹ്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ, സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഓർഗനൈസേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ് വേരിയസ് കൈൻഡ്സ്. എന്തൊക്കെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ? അതായത് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും സാമൂഹ്യ സംഘടന തന്നെയാണ്. സാമൂഹ്യ സംഘടന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷനുകളെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ എന്നാൽ ആളുകളുടെ ക്രമീകരണമാണ്. സോഷ്യൽ ഓർഗനൈസേഷൻ അതായത് സമൂഹത്തിലുള്ള ആളുകളെ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ള ആളുകളെ ക്രമീകരിക്കുന്നതാണ്. പള്ളികൾ, സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇവയെല്ലാം സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ഉദാഹരണമാണ്. അപ്പം പള്ളികൾ, ക്ഷേത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെയാണ് സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഇതെല്ലാം എന്താണ്? സോഷ്യൽ ഓർഗനൈസേഷന് ഉദാഹരണമാണ്. ഇത് ആളുകളുടെ ഒരു ക്രമീകരണമാണ്. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കണം? ഇത് ആളുകളുടെ ഒരു ക്രമീകരണമാണ്. ജനങ്ങളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കോളേജ് എന്നാൽ അവിടെ പ്രിൻസിപ്പൽ, ക്ലർക്ക്, അധ്യാപകർ, കുട്ടികൾ എന്നിവരുടെ ഒരു കൂട്ടമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ കടമകളും ഉണ്ട്. എല്ലാവരും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സോഷ്യൽ ഓർഗനൈസേഷന് ഉദാഹരണമാണ്. പള്ളികൾ മതപരമായ ഓർഗനൈസേഷന് ഉദാഹരണമാണ്. അപ്പം എന്താണ് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോഴത്തേന് ഒത്തിരി ആളുകളുടെ ഒരു അല്ലേ, പിള്ളേരുണ്ട്, അധ്യാപകരുണ്ട്, ക്ലർക്കുമാരുണ്ട്, പ്രിൻസിപ്പൽസ് ഉണ്ട്, ഇവരെല്ലാവരുടെയും കൂടി ഒരു കൂട്ടമാണ്. ഇതും ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ ഓർഗനൈസേഷനകത്ത് ഓരോരുത്തർക്കും അവരുടേതായ കടമകളുമുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കകത്തും അതും ഒരു സോഷ്യൽ ഓർഗനൈസേഷന് ഉദാഹരണമാണ്. അതുപോലെ പള്ളികൾ, അതും മതപരമായ ഓർഗനൈസേഷനുകൾക്ക് ഉദാഹരണമാണ്. വാട്ട് ഈസ് എ സിസ്റ്റം? അതായത് സമ്പ്രദായം എന്നാൽ എന്ത്? ഇനി അടുത്ത് നോക്കേണ്ട നമുക്കതാണ് സമ്പ്രദായം എന്നാൽ എന്ത്. ക്രമപ്രകാരമുള്ള സാമൂഹ്യ പെരുമാറ്റത്തെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ക്രമപ്രകാരമുള്ള സാമൂഹ്യ പെരുമാറ്റത്തെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത്.
വാട്ട് ആർ ദ ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം? അപ്പോൾ സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനങ്ങൾ? അറിവും വിശ്വസ്തതയും. സാമൂഹിക സമ്പ്രദായത്തിൻ്റെ ഒന്നാമത്തെ പോയിൻ്റാണ് അറിവും വിശ്വസ്തതയും ഉണ്ടായിരിക്കണം. അപ്പോൾ സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, സാമൂഹ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അറിവും വിശ്വസ്തതയുമാണ്. ഇത്രയൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അറിവും വിശ്വസ്തതയുമാണ്. ഏതൊരു സാമൂഹ്യ സംവിധാനവും കാര്യക്ഷമമാകണമെന്നുണ്ടെങ്കിൽ സുസ്ഥിരമായിരിക്കണം. ഇപ്പോൾ സാമൂഹ്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾക്കകത്ത് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ്. ഇത് തന്നെ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. സാമൂഹ്യ സംവിധാനം എന്ന് പറയുമ്പോൾ അവിടെയാണെങ്കിൽ എന്താണ്? സുസ്ഥിരത ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് ഇവിടെ സാമൂഹ്യ സംവിധാനത്തിൽ സുസ്ഥിരത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ അറിവും വിശ്വസ്തതയും ഒക്കെ നിലനിർത്തുകയും വേണം. അപ്പോൾ സമൂഹത്തിൽ അറിവും വിശ്വസ്തതയും ഉണ്ടാവണം. കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്തത് വൈകാരികത. ഒന്നാമത്തെ പോയിൻ്റ് അറിവും വിശ്വസ്തതയും, രണ്ടാമത്തെ പോയിൻ്റ് വൈകാരികത. എന്താണ്? സമൂഹത്തിലുള്ള ആളുകൾക്ക് തമ്മിൽ ഒരു വൈകാരിക ബന്ധമുണ്ടാവും. അപ്പം വൈകാരികതയ്ക്ക് വിശ്വസ്തതയുമായി അടുത്ത ബന്ധമുണ്ട്. വൈകാരികതയ്ക്ക് വിശ്വസ്തതയുമായിട്ട് അടുത്ത ബന്ധം. വിശ്വാസവും വൈകാരികതയും ഒന്ന് തന്നെയാണ്. വൈകാരികത പലതരത്തിലാകാം. ഈ ബുദ്ധിപരമായിട്ടുള്ളത്, മതപരമായിട്ടുള്ള അപ്പം വൈകാരികത എന്ന് പറയുന്നത്, അതായത് ഇമോഷണൽ വൈകാരികത, അത് ഇമോഷണൽ ഫീലിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അത് ബുദ്ധിപരമായിട്ടുള്ളതാകാം, മതപരമായിട്ടുള്ളതുമാകാം. പിന്നെയാണെങ്കിൽ ചരിത്രപരവും സാംസ്കാരികവുമായ ഒരു തലം വൈകാരികതയ്ക്കുണ്ട്. അപ്പം ഏത് ബുദ്ധിപരമായിട്ടുണ്ട്, മതപരമായിട്ടുണ്ട്, ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാം ഈ ഇമോഷണൽ ഫീലിംഗ് മനുഷ്യരിലുണ്ട്. അപ്പം കോളനിവൽക്കരണ കാലത്ത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കിയെടുത്തു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വൈകാരിക മനോഭാവം ഉണ്ടാക്കാൻ ഇടയായി. എന്താണ് വൈകാരികത? ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആണെങ്കിലും നല്ല യോജിപ്പോടു കൂടി കടന്നു പോയ നാളുകളാണ്. അത് കഴിഞ്ഞ് അവർ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു നയം കൊണ്ടുവരികയും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വൈകാരിക മനോഭാവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചെന്ന്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കണമെന്നൊന്നുമില്ല. അങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിലും നിങ്ങൾ മെയിനായിട്ടുള്ള പോയിൻ്റ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാലും മതി. വാട്ട് ആർ ദ ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ മെയിൻ പോയിൻ്റ് എല്ലാം കൂടെ അങ്ങ് വലിച്ചു വാരി നിങ്ങൾ പഠിക്കണമെന്നില്ല. അതിൻ്റെ ആ മെയിൻ പോയിൻ്റ് എന്താണ്? അറിവും വിശ്വസ്തതയും, വൈകാരികത, പിന്നെ ലക്ഷ്യങ്ങൾ നേടൽ. അടുത്ത പോയിൻ്റാണ് ലക്ഷ്യങ്ങൾ നേടൽ. ഇങ്ങനെയുള്ള ആ പോയിൻ്റുകൾ അങ്ങ് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടിട്ട് എഴുതാനായിട്ട് കുറച്ച് കിട്ടുമല്ലോ. എന്താണ്? സാമൂഹ്യ വ്യവസ്ഥയിലാണെങ്കിൽ എന്താണ്? അവിടെയുള്ള ആളുകൾക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ സാമൂഹ്യ ലക്ഷ്യങ്ങൾ നേടൽ. അപ്പോൾ എന്താണ്? ഓരോ സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ടാകും. സാമൂഹ്യ വ്യവസ്ഥകൾക്കൊക്കെ എന്തുണ്ടായിരിക്കും? അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? കഠിന പ്രയത്നത്തിലൂടെയാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതാണ് അവിടുത്തെ മെയിൻ പോയിൻ്റ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുമ്മാതെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയല്ല. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ പിന്നിൽ കഠിനമായ പ്രയത്നമുണ്ടാകും. പിന്നെ അടുത്താണ് പെരുമാറ്റം ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പെരുമാറ്റം നമ്മളെ സഹായിക്കുന്നു. അടുത്തതാണ് പദവിയും പങ്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാമൂഹ്യ വ്യവസ്ഥയിലും വ്യക്തികൾക്ക് ഒരു പദവിയും പങ്കുമുണ്ട്. എല്ലാ സാമൂഹ്യ വ്യവസ്ഥയിലും വ്യക്തികൾക്ക് എന്തുണ്ട്? പദവിയും പങ്കുമുണ്ട്. പദവി രണ്ട് തരത്തിലുണ്ട്. ആർജിത പദവിയും ആരോപിത പദവിയും. ആർജിത പദവി എന്ന് പറയുന്നത് നമ്മൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നത്. ഇപ്പോൾ പഠിച്ച് ഡോക്ടറായി തീരുക അങ്ങനെയൊക്കെ, അതൊക്കെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതാണ് അതാണ് നമ്മുടെ ആർജിത പദവി എന്ന് പറയുന്നത്. എന്നാൽ ആരോപിത പദവി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്നതാണ്. നീ ഇന്ന മതക്കാരനാണ്, ഇപ്പം നമ്മൾ ഈ ഹിന്ദുവായിട്ടാണ് ജനിച്ചത് എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഹിന്ദുക്കളായതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കളായത്. അപ്പോൾ അത് നമ്മളിലേക്ക് ആരോപിച്ചിരിക്കുന്നതാണ്. അതുപോലെയാണെങ്കിൽ മുസ്ലിങ്ങളാവുന്നു, ക്രിസ്ത്യൻസ് ആവുന്നതൊക്കെ എന്താണ്? നമുക്ക് കിട്ടുന്ന, നമ്മളിലേക്ക് ആരോപിച്ച് തരുന്നതാണ് ആരോപിത പദവിയാണത്. എന്നാൽ നമ്മൾ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണ് എന്താണ്? ആർജിത പദവി എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിശക്തിയെ ആശ്രയിച്ച് നമ്മൾ നേടിയെടുക്കുന്നതാണ്.
ഇനി അടുത്തത് റാങ്ക്. ഓരോ വ്യക്തിക്കും സമൂഹത്തിലൊരു റാങ്ക് ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിക്കും സമൂഹത്തിലൊരു സ്ഥാനമുണ്ടാകും. പിന്നെ അടുത്തത് നോക്കിയേ, അധികാരം. സാമൂഹ്യ സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അധികാരം എന്ന് പറയുന്നത്. സാമൂഹ്യ സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അധികാരം. ഇത് വ്യക്തികളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നു. അധികാരം വേണം സമൂഹത്തിൽ, അല്ലേ? ഈ അധികാരം ഉപയോഗിച്ച് നമുക്ക് വ്യക്തികളെ അടക്കി നിർത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തത് തന്നെ അംഗീകാരം. അംഗീകാരം 2 തരത്തിലുണ്ടാവാം. അത് പോസിറ്റീവും നെഗറ്റീവുമായിരിക്കും. അംഗീകാരം സമൂഹത്തിൽ ഉണ്ടായിരിക്കണം? അംഗീകാരം ലഭിക്കണം. ഓരോ വ്യക്തിക്കും എന്താണ് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടായിരിക്കണം. അത് ഏത് വിധത്തിലാണെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കാം. പിന്നെ സൗകര്യങ്ങൾ. സാമൂഹ്യവും പ്രകൃതിദത്തവുമായ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടുക എന്നത് ഓരോ സംവിധാനത്തിനും അനിവാര്യമാണ്. അതായത് സാമൂഹിക സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്, അല്ലെ? സൗകര്യങ്ങൾ, ആ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിപ്പോകാനായിട്ട് ജീവികൾക്ക് കഴിയുമോ ഉള്ളതാണ് ഈ സൗകര്യങ്ങൾക്കകത്ത് പറയുന്നത്. ഇതെല്ലാമാണ് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ, അല്ലെ സാമൂഹിക സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. വളരെ സിമ്പിളാണ്, പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോയിന്റുകൾ മാത്രം പഠിക്കുക നിങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് അതൊക്കെ എഴുതാവുന്നതാണ്. ആ പോയിന്റിന് മാറ്റം വരുത്താതിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ ആണെങ്കിലും. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇതിൻ്റെ നോട്ടൊക്കെ എഴുതുക.